Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will easy cardstock earring making video. If the video start you channel subscribe please do subscribe. Subscribe the bell icon press because I videos notification you video start. Now, we will pattern paper. I pattern paper select pattern paper select. I select the main reason is this insect normal scrapbook use use earring fold designs എങ്കിൽ തന്നെ പല കളേഴ്സ് നമുക്ക് ആ ഒരു ചെറിയ ഫോൾഡിനകത്ത് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തത്. ഈ ഒരു പാറ്റേൺ പേപ്പർ നമ്മൾ കറക്റ്റ് 1/1 ഇഞ്ച് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ടോട്ടൽ 10 സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് 10 പീസസ് കട്ട് ചെയ്തെടുത്തു. എല്ലാ സ്ക്വയേഴ്സിന്റെ സൈസും 1 ഇഞ്ച് ആണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ എടുക്കുക. അതിങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാം. ഡയഗണൽ ആയിട്ട്. ഇതേപോലെ ഒരു ഇയർ റിംഗിന് 5 എണ്ണം ഫോൾഡ് ചെയ്യണം. നമ്മളിങ്ങനെ ചെറിയ സ്ക്വയർ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ ഇൻസെക്റ്റിൻ്റെ ഡ്രോയിങ് ഉണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ അകത്ത്. അതായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അപ്പം നിങ്ങളുടെ ഇതുപോലത്തെ യൂസ് ചെയ്യാത്ത ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേളത്തെ ഭാഗവും താഴത്തെ ഭാഗവും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചാൽ മതി. നെക്സ്റ്റ് അടുത്തൊരു കാർഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക, താഴത്തെ പോർഷൻ. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഒട്ടിക്കാത്ത ഭാഗം വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കാർഡ് അതുപോലെ തന്നെ ഫെവിക്കോൾ എടുത്തിട്ട് ഈ താഴത്തെ പോർഷനിൽ മാത്രം ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഒട്ടിക്കാത്ത ഭാഗം മേളിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി താഴെ നമ്മളൊന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും 4 എണ്ണം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഹാങ്ങിങ്ങിൻ്റെ ഈ ഒരു കൊളുത്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. ഇനി നമ്മൾ ഒരു കാർഡ് എടുത്തിട്ട് 5ാമത്തെ കാർഡ് എടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് അതിൻ്റെ അകത്ത് എന്നിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ചത് അത് നമുക്ക് ഇതിൻ്റെ ബാക്കി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് ഇതിൻ്റെ താഴെയും കൂടെ നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഇയറിംഗ് റെഡിയായി, കണ്ടില്ലേ? ഇതേ രീതിയിൽ അതിൻ്റെ പേരും സെയിം രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാവണമെന്നില്ല, കുറേ പേരുടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് നോർമൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തും ചെയ്യാം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ഒരു ഇയറിംഗിൻ്റെ അകത്ത് ഞാൻ റെഡും ബ്ലാക്ക് ചാർട്ട് പേപ്പറുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതിന് ഒരു പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 റെഡും 2 ബ്ലാക്കും ആണ് യൂസ് ചെയ്യുന്നത്. ഇതും സെയിം 1 ഇഞ്ചാണ്, 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇതെല്ലാം.
അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ കുഴത്തിൻ്റെ അകത്ത് ജസ്റ്റ് ആ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കൊടുത്തു വെച്ചേക്കുന്ന ആ ത്രെഡും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇയറിംഗ് റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡും ചെയ്തെടുക്കാം. അപ്പം ചിലരുടെ കയ്യിൽ ഇതുപോലത്തെ ഹാങ്ങിങ്സ് ഉണ്ടാവില്ല. അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഇതിലും കമ്മൽ, പൊട്ടിയത് കമ്മലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൊളുത്തും യൂസ് ചെയ്യാവുന്നതാണ്. അതും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ കമ്മലിൻ്റെ സെറ്റും റെഡിയായി. അപ്പോൾ നമ്മളുടെ 2 ടൈപ്പ് ഇയറിങ്സും റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ പാറ്റേൺ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻസിലൂടെ തന്നെ അറിയിക്കുക. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. അതോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കൊളുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതും പേടിക്കേണ്ട. നിങ്ങളുടെ പഴയ ഏതെങ്കിലും കമ്മൽ പൊട്ടിയതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയും സിമ്പിളുമാണ്. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.